നമസ്കാരം, എല്ലാവർക്കും തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം. പനാമ കനാലിലൂടെ പോകുന്ന അമേരിക്കൻ കപ്പലുകൾക്ക് അന്യായമായ നിരക്ക് ഈടാക്കിയാൽ പനാമ കനാലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ട്രംപ് പനാമയ്ക്ക് മുന്നറിയിപ്പ് നൽകി. കനാലിലൂടെ പോകുന്നതിന് US കപ്പലുകൾക്ക് പനാമ അന്യായമായ നിരക്ക് ചുമത്തിയിരുന്നു. ഇതോടെയാണ് സഖ്യരാജ്യമായ പനാമയ്ക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപാതയാണ് മധ്യ അമേരിക്കൻ രാജ്യമായ പനാമയിലെ ഈ കനാൽ. 1914 US പനാമ കനാലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 1977 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഒപ്പുവെച്ച കരാറിലൂടെ കനാലിൻ്റെ നിയന്ത്രണം പനാമയ്ക്ക് നൽകുകയായിരുന്നു. 1999 കനാലിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും പനാമ ഏറ്റെടുത്തിരുന്നു. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിൻ്റെ 5% പനാമ കനാൽ വഴിയാണ്. US നൽകിയ ഔദാര്യം കണക്കിലെടുത്ത് കപ്പലുകൾക്ക് അന്യായമായ നിരക്ക് ഏർപ്പെടുത്തുന്ന നടപടി പനാമ ഉടൻ അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ പനാമ കനാലിൻ്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും പനാമയെ ട്രംപ് ഭീഷണിപ്പെടുത്തി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റിൻ്റെ പരമോന്നത ബഹുമതി. ഇന്നലെ ബിയാൻ കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ കുവൈറ്റി അമീർ മുബാറക് അൽ കബീർ എന്ന ബഹുമതി മോദിക്ക് സമ്മാനിച്ചു. സഹോദരത്തിൻ്റെ അടയാളമായി സമ്മാനിക്കുന്ന കുവൈറ്റി ബഹുമതിയാണിത്. രാജ്യത്തിന് കിട്ടിയ ബഹുമതിയാണിതെന്ന് മോദി പറഞ്ഞു. US പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിൻ്റൺ, ജോർജ് ബുഷ്, ബ്രിട്ടീഷ് രാജാവായ ചാൾസ് എന്നിവർക്ക് നേരത്തെ കുവൈറ്റ് മുബാറക് അൽ കബീർ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്. 43 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ ഭരണാധികാരി കുവൈറ്റ് സന്ദർശിക്കുന്നത്. കുവൈറ്റ് ഭരണാധികാരികളുമായി പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തി. ഇന്ത്യയുടെ നൈപുണ്യവും സാങ്കേതിക വിദ്യകളും നൂതന ആശയങ്ങളും മാനവശേഷിയും കുവൈറ്റിന് മോദി വാഗ്ദാനം ചെയ്തു. കുവൈറ്റിലെത്തിയ മോദിക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. 5 പേരുടെ ജീവനെടുത്ത ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണത്തിൽ ജർമ്മൻ ജനതയുടെ രോഷം തെരുവിൽ. കുടിയേറ്റ പോളിസിയിൽ മാറ്റം വേണമെന്ന് മുറവിളി ശക്തം. ഇന്നലെയാണ് ജർമ്മനിയിലെ തിരക്കേറിയ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഒരു സൗദി പൗരൻ കാർ ഇടിച്ചു കയറ്റിയുണ്ടാക്കിയ അപകടം നടത്തിയത്. പരിക്കേറ്റവരിൽ 7ഓളം ഇന്ത്യക്കാരുമുണ്ടെന്നാണ് ഇന്ത്യൻ എംബസി അറിയിക്കുന്നത്. ഇന്നലെയാണ് സൗദി പൗരനായ താലിബ് എന്നയാൾ ആൾത്തിരക്കിലുള്ള ക്രിസ്മസ് മാർക്കറ്റിലൂടെ 400 മീറ്ററോളം കാർ ഓടിച്ച് കയറ്റുകയായിരുന്നു. അപകട സമയത്ത് ഇയാൾ ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നതായി പോലീസ് അറിയിച്ചു. ഇയാൾ ഡോക്ടറാണെന്നും 2006 മുതൽ ജർമ്മനിയിൽ സ്ഥിരതാമസമാണെന്നും പോലീസ് അറിയിച്ചു. ഇയാളുടെ പേര് പോലീസ് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും താലിബ് എന്നാണ് പേരെന്ന് ജർമ്മനിയിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റ ഇന്ത്യക്കാർക്ക് ബെർലിനിലെ ഇന്ത്യൻ എംബസി എല്ലാ സഹായവും ചെയ്തു വരികയാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. പരിക്കേറ്റ 7 ഇന്ത്യക്കാരിൽ 3 പേരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതായും ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. ആകെ പരിക്കേറ്റ 200ഓളം പേരിൽ 41 പേരുടെ നില ഗുരുതരമാണെന്നാണ് ജർമ്മനിയിൽ നിന്നുള്ള മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വാർത്താ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. താങ്ക് യു.